വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും ഓണം റിലേറ്റഡ് ഒരു വീഡിയോ ആണെന്നല്ലേ. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് പൂവാണ്. എനിക്കിപ്പോൾ ഓടിച്ചത് മുല്ലപ്പൂ വാങ്ങാനുള്ള സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ടിട്ട് ഞാൻ പ്ലാസ്റ്റിക് പൂ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മാച്ചിന് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കമ്മൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു പാലക്ക ആ ഗ്രീൻ കളർ മാച്ച് ആവാൻ വേണ്ടി അതുപോലൊരു ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഏത് കളറാണോ നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് അത് ഒരുപാട് അങ്ങ് എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള ജ്വല്ലറീസ് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ബ്ലൗസാണ് ഇട്ടേക്കണം. അപ്പോൾ അതിന് ചേരാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഇവിടെ കണ്ടോ ഗ്രീൻ സ്റ്റോൺസ് പറഞ്ഞ ഒരു ഇയറിങ്സ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ സ്റ്റോൺ പറഞ്ഞതാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരുപാട് ഹെവി ആയിട്ട് ഇത് ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ ലൈറ്റ് ആയിരിക്കും, നല്ല എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ നമുക്ക് പൂവൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മിനിമലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർ സ്റ്റൈൽസ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് കോമ്പാണ് ചെയ്തേക്കണം. ഇനി നമുക്ക് എല്ലാ മുടിയും കൂടെ ഒരു വശത്തേക്ക് വരുന്ന രീതിക്ക് ഒന്ന് ചീകി ഒതുക്കി കൊടുക്കാം. നല്ലപോലെ ജടയൊന്നും ഇല്ലാണ്ട് ചീകി കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇത് ബ്രീഡിങ് ആണ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ എന്തെങ്കിലും ഒരു ഷാമ്പു വാഷൊക്കെ ചെയ്തിടുക കേട്ടോ. അപ്പോൾ പിറ്റേന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ആ മുടി ഒതുക്കി ആ ഭാഗത്ത് നിന്ന് മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് 3 പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ നോർമലി പിന്നി തുടങ്ങാറുണ്ടല്ലോ നമ്മുടെ മുടി. പിന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ തെറ്റിയിടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് ചെയ്ത് തുടങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള മുടിയും കൂടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഏകദേശം നമ്മുടെ ചെവിയുടെ ആ ഒരു താഴ്ഭാഗം വരെ ഇതുപോലെ ഒന്ന് തെറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എല്ലാ മുടിയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് പിന്നിക്കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ നിന്ന് ആ മെടഞ്ഞിട്ട് വന്ന സംഭവം ഉണ്ടല്ലോ ആ പാർട്ട്, അത് സെൻറ്ററിൽ വന്ന രീതിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തെറ്റി താഴത്ത് വരുമ്പോഴത്തേക്കും ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴത്ത് ഒന്ന് പൂവൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടിട്ട് ഒരു ബ്ലാക്ക് കളർ ചെറിയൊരു ബാൻഡ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം നമ്മൾ ആ ബ്രെയ്ഡ് ചെയ്ത് നമ്മുടെ മുടി മൊത്തത്തിൽ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു നല്ലൊരു പഫിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പുള്ളി ചെയ്ത് ഒന്ന് പഫിയാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് താഴത്ത് നമ്മൾ ഹെയർ ബാൻഡ് ഇട്ടല്ലോ അവിടത്തേക്ക് ഇച്ചിരി പൂ ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കുക. ഒരുപാട് പൂവൊന്നും വേണ്ട കേട്ടോ, ഇച്ചിരി പൂ വെച്ചാൽ മതി. ഒരുപാട് വെച്ചാൽ ഇച്ചിരി ബോറായി പോവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ ഉണ്ടായിരുന്നത്, അതുകൊണ്ടിട്ടാണ് ഇത്രയും വെച്ചത്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ റേറ്റിംഗ് പറയണം കേട്ടോ താഴെ കമൻറ്റ് ചെയ്ത്. നമ്മൾ ഓരോ ലുക്കിനും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏതാണ് ചേരണേന്ന് മറക്കാതെ പറയണേ. അപ്പോൾ ഇനി നമുക്ക് ഇതേ ഹെയർ സ്റ്റൈലിൽ തന്നെ വേറൊരു രീതിയിൽ ഫ്ലവർ എങ്ങനെ വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പൂവിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കഴിയുമ്പം വേറൊരു ലുക്ക് കൂടെ കിട്ടും. നല്ല അടിപൊളിയാണ് കേട്ടോ. സെറ്റ് സാരിയുടെ കൂടെ നമുക്ക് ഓണം ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ സൈഡ് കോംബ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടാണ് ഇപ്പോൾ എടുത്തേക്കണേ. ഇനി അവിടെ നിന്ന് ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി ഇതുപോലെ ഇട്ടതിന് ശേഷം ബാക്കി ഹെയർ മൊത്തം ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഇട്ട മുടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു ടിക് ടാക്ക് സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇച്ചിരി മുടി എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെപ്പോഴും ഒരേ ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഫേസിന് തന്നെ അതൊരു ബെറ്റർ ലുക്കാണ് തരാൻ വേണ്ടി പോകണണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബാക്ക് ബണ്ണ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് ഹെയർ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലെയർ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എൻ്റെ ഹെയർ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് യൂഷ്വലി ഈ വട വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഒട്ടുമേ ഇഷ്ടമില്ല. സാധാരണ ഇച്ചിരി ഒരു ഓൾഡ് ലുക്ക് കിട്ടും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ പേഴ്സണലായിട്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ യൂപ്പിനൊക്കെ വെച്ച് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഹെയർ ഒന്ന് സെൻറ്റർ പാർട്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി മുടി എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി മുടി അടുത്ത് അതിൻ്റെ താഴത്തേക്ക് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് എല്ലാ മുടിയും കൂടെ ആക്കരുത് കേട്ടോ, എങ്കിൽ ഒരു പഫിനെസ് കിട്ടില്ല, നമുക്ക് ഇച്ചിരി ഒന്ന് ഒട്ടിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് തോന്നും കേട്ടോ ഹെയർ. അതുകൊണ്ട് ആദ്യം കുറച്ചെടുക്കുക, അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചേർത്തതിന് ശേഷം ഒരു ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ഫേസ് ഒന്ന് സ്ലിം ആക്കുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യണം കേട്ടോ ഈ ഹെയർ സ്റ്റൈല്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ പൂവെടുക്കുക, മുടിക്കടിയിൽ കൂടെ ഒന്ന് മേളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് 4-5 കൊല്ലം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ഹെയർ സ്റ്റൈലായിരുന്നു. കാരണം കോളേജിലോ സ്കൂളിലോ അല്ല ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന് ആരെങ്കിലുമൊക്കെ മാരേജ് വരികയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും യൂഷ്വലി ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യാറ്. കാരണം ഇതേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്ക് ഹെയർ സ്റ്റൈലൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ലുക്കൊന്ന് എന്തോ ഒരു കംപ്ലീറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ ലിപ്സ്റ്റിക്ക്, നല്ല റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് സിന്ദൂരമായിട്ട് തൊട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ നമ്മുടെ ആ ഒരു വകുപ്പിലേക്ക്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് നല്ലൊരു സെറ്റ് സാരിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു സിന്ദൂരമൊക്കെ ഒരുപാട് ഇച്ചിരി തൊട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഐശ്വര്യം തോന്നാറില്ലേ മുഖത്ത്? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതോ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത്? അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് ഇച്ചിരി മുടി ആദ്യം ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് എൻ്റെ ഹെയർ ഓട്ടോമാറ്റിക്കായിട്ട് കേളായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നത്. കാരണം എൻ്റെ ഇച്ചിരി ഒരു കേളി ഹെയറാണ്, അതുകൊണ്ടിട്ട് ഞാൻ കേൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് കേളായിക്കോളും. എന്നിട്ട് കുറച്ച് മുടിയൊക്കെ എടുത്ത് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇത്തിരി ഓവറാണോ എന്ന് എനിക്കൊരു ഫീലിങ്സ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുടി ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഹെയർ ബാൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് യൂഷ്വലി നല്ല ഫ്രീ ആയിട്ട് ഹെയർ കിടക്കണതും കൂട്ടത്തിൽ ഇച്ചിരി ഒരു മെസ്സി ഫീലായിട്ട് ഹെയർ കിടക്കണതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഫേസിൽ എന്തോ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്ലോ ഒക്കെ ഉള്ളതുപോലെ ഒരു നല്ലൊരു നാടൻ ലുക്ക് തോന്നുന്നില്ലേ? ഒരുപാട് ഹെവി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മുടെ ഇച്ചിരി ഹെവി മേക്കപ്പൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുമാത്രം പോരാ, ഇന്ന് ഞാൻ ഈ ചെയ്ത ലുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് ഏതാണ്, എനിക്ക് ഏതാണ് ചേരണതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.